ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. നീ തന്നെ ഇപ്പൊ പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പോൾ ഇപ്പോൾ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകുന്ന ആൾക്കാരാണ് ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ ചാറ്റ് ഡ്രൈവറാക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണില്ല. എടാ ഷമീറെ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസനം വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കുന്നു. നിന്റെയൊക്കെ തന്ത തൊപ്പിനോട് ചോദിച്ചാൽ മതി. വെറുതെ വാസനെ ഇട്ട് മെക്കെട്ട് കയറാൻ നിൽക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെയല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസനെ ക്ഷമ എന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടായിരുന്നു. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിയുടെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മാതി ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാടെ സ്ട്രീമർ ആയത്? എന്നൊക്കെ എന്നാല് ഗെയിം കളിക്കാറിയടാ നായെ. വാസന നിന്റെ ചുണ്ണി ചെത്തിയിട്ട് കഴുകന്മാര് കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളർന്ന് കളിച്ചിട്ടോ. വാസണനെ ട്രിഗർ ചെയ്യാൻ മാത്രം നീ വളർന്നടാ. നീ വേണമെങ്കിൽ ഇവനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആര്? സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ ചെപ്പ പൊളിഞ്ഞിട്ടുണ്ടാവും നായെ. അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ചെറിയ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാൻ വേണ്ടി അടിച്ചു കുളിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എടാ എന്നോടൊക്കെ തട്ടി കളിക്കുന്നവരാണ് വാസനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാണ്. ഇനിയേട്ടൻ വാസനൊന്ന് പറഞ്ഞത് നിന്റെ ചെള്ള അടിച്ച് ഞാൻ ചേട്ടനോട് പോണാ. ഇല്ല ഞാൻ തിരിച്ച് നമ്മൾ ഇത് ആദ്യം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നോക്കിയോ ഇനി ഇവനും കൂടി ഒരാഴ്ച മതി ബാക്കില്ല. ചേട്ടന്റെ കുഴപ്പമില്ലല്ലേ? അല്ലല്ലേ